ഗർഭിണികൾ ഒത്തിരി കൂടുതൽ ഭക്ഷണമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. കൃഷ്ണമോളെ, ഇന്ന് എന്തെങ്കിലും വയ്യായി ഇട്ടാ? ഛർദിച്ചൊന്നും ഇല്ലല്ലോ? ഇല്ലമ്മേ, ഇന്ന് ഇത്തിരി വ്യത്യാസമുണ്ട്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോ തൊട്ടേ മനം പുരട്ടിയാ വരുന്നേ. ഛർദി എനിക്ക് മാത്രമാണോ അമ്മേ? ഓ, എല്ലാ ഗർഭിണികൾക്കും ഇതല്ലെങ്കിൽ വേറെ എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വയ്യായി ഉണ്ടാവും. ഇതൊക്കെ 2-3 മാസം കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞ് ഇതൊക്കെ ശരിയാവും. അതുമായിട്ട് അങ്ങ് ശീലമാവും. ഇപ്പം 3 മാസം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഓ, അപ്പം മാറുമായിരിക്കും അല്ലേ? മാറുമെന്ന് വിശ്വസിക്കുക, അല്ലാണ്ട് ഇപ്പം എന്ത്. ചിലവർക്കുണ്ടല്ലോ മോളെ, ഈ 7-ാം മാസത്തിലും ഛർദി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എൻ്റെ അനിയത്തി അങ്ങനെയായിരുന്നു. അവൾ 2 പ്രസവത്തിനും അവൾ ഫുൾ ടൈം ഛർദി തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ അവൾ ഗർഭിണി ആവുന്നതിന് മുന്നുള്ള വണ്ണവും ഗർഭിണി ആയിരുന്ന സമയത്തും വണ്ണവും കാണണമായിരുന്നു. തൊലിഞ്ഞു പോയി, പെണ്ണങ്ങ് ഇല്ലാണ്ടായിപ്പോയി എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളവരും ഉണ്ട്. അവൾക്ക് എന്ത് മണം കിട്ടിയാലും അപ്പം പോയിട്ട് അങ്ങ് നോക്കാനും വരും. അങ്ങനെയായിരുന്നു. എൻ്റെ ദൈവമേ, എനിക്കെന്തായാലും അത്രക്കില്ല. വിശക്കണുണ്ടാ? എന്തെങ്കിലും കഴിക്കാൻ കൊണ്ട് തരട്ടെ? അമ്മായിമ്മയാണെന്ന് വിചാരിച്ച് മോള് പറയാണ്ടിരിക്കുമെന്നും വേണ്ട. സ്വന്തം അമ്മയെ പോലെ കണ്ട് എന്ത് ആ ഒരു സ്വാതന്ത്ര്യത്തിൽ എന്ത് വേണം തോന്നിയാലും പറഞ്ഞോട്ടാ, ഉണ്ടാക്കി തരാം. വേണ്ടമ്മേ, എനിക്കങ്ങനെ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അത്ര വിശപ്പൊന്നും തോന്നുന്നില്ല. അതിനൊക്കെ എൻ്റെ മോള്, അവള് ഗർഭിണി ആയതിൻ്റെ പിറ്റേന്ന് തൊട്ട് അവൾക്ക് വിശപ്പിന്റെ ഭ്രാന്തായിരുന്നു എന്നെ പറയാ. ഒരു ആനയെ കെട്ടിയാലും അവള് തിന്നുമായിരുന്നു. അങ്ങനെ എല്ലാം എപ്പോഴും ഇങ്ങനെ തിന്നോണ്ടിരിക്കുക തന്നെയായിരുന്നു. മരുമോനും അങ്ങനെയാണ്. എല്ലാം അവള് ആഗ്രഹത്തിന് എന്ത് പറഞ്ഞാലും അപ്പ അങ്ങ് മേടിച്ചു കൊടുക്കും. പ്രസവിക്കാറായപ്പോൾ ഷുഗറൊക്കെ ആയി, ഇങ്ങനെ ഒത്തിരി കഴിച്ചിട്ടേ. എന്നാൽ നല്ലൊരു 2 മക്കളെ കിട്ടി എന്നെ നോക്കും. അല്ല, അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു? ഓ, പണ്ടൊക്കെ ഗർഭിണിയാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ പറ്റുമോ? അതൊന്നും നടക്കില്ല. എപ്പോഴും പണി തന്നെ എന്തെങ്കിലുമൊക്കെ. എൻ്റെ അമ്മായിമ്മേനെ മോള് കണ്ടിട്ടില്ലല്ലോ, ഇതുപോലൊരു വെടക്ക് സാധനം ഉണ്ടല്ല. ഒരു കാര്യത്തിന് നിലത്തിരുത്തില്ല. ഗർഭിണി ആയ പിന്നെ എന്നെ കൊണ്ട് പണി കൂടുതൽ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രസവത്തിന് 2 ദിവസം മുന്നേ വരെ എന്നെ കൊണ്ട് അലക്കിപ്പിച്ചിട്ടുണ്ട്. അതും ഇതും ഒക്കെ കല്ലിലിട്ട്. പെണ്ണത്തെ തൊട്ട് വാഷിംഗ് മെഷീനൊന്നും ഇല്ല, കല്ലിലിട്ട് ഇങ്ങനെ അലക്കി. എൻ്റെ പൊന്നോ, ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെ. ആ തള്ളകാരൻ ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു കാലം. അല്ല, ഗീതു ചേച്ചി അവിടെ ഞാൻ കണ്ടേ ഇല്ല. എന്ന് അടുക്കളയിലാണോ? ഓ, അവളെ അടുക്കളയിൽ എന്തോ കാര്യമായി പണിയില്ല. ഞാനൊന്നും അങ്ങോട്ട് പോയില്ല. അവളോട് പിന്നെ ഈ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രസവിക്കാനുള്ള യോഗം അവൾക്കില്ലല്ലോ. അങ്ങനെ പറയല്ലേ അമ്മേ, എനിക്ക് ഉറപ്പാ അവർക്കൊരു കുഞ്ഞിക്കാല് കാണാനുള്ള യോഗം ഉണ്ടാവും. കുറെ ഉണ്ടാവും. അതിനുള്ള ചിന്തയും തോന്നലൊക്കെ അവർക്കും കൂടെ വേണം. എൻ്റെ മോളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം കുറെ പരീക്ഷണങ്ങൾ തരും. അപ്പൊ നമ്മൾ എന്നാ ചെയ്യണം? ദൈവത്തോട് കൂടുതൽ അടുക്കണം. എൻ്റെ മൂത്ത മകനും മരുമകൾക്കും ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ദൈവചിന്ത എന്ന് പറഞ്ഞ കാര്യമില്ല. അവർക്ക് ദൈവത്തോടൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ദൈവം അനുഗ്രഹിക്കാണ്ടിരിക്കുമോ? ഞാൻ എന്തോ ഒരു സ്ഥലങ്ങളിൽ കയറി ഇറങ്ങിയെന്നറിയാം അവർക്ക് വേണ്ടി. എന്തോ ഒരു വഴിപാടുകൾ നടത്തി, എന്തോ ഒരു പ്രാർത്ഥിച്ച്, ഒരു ഗുണവുമില്ല. അവർക്കൊന്നും ഉണ്ടാവും, എനിക്ക് തോന്നണില്ല. അമ്മ, അങ്ങനെ ആയിരിക്കില്ല. തുടക്കത്തിൽ അവർക്കും പ്രതീക്ഷയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 9 കൊല്ലം കണ്ടായില്ലേ, അവർക്കും മടുപ്പായി കാണും. അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവരെ കുറ്റപ്പെടുത്താണ്ട് പിന്നെ വേറെ ആരെ പറയാനാണിത്? അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 9 കൊല്ലമായി. ഞാൻ എത്ര കാലമായെന്ന് അറിയോ ഈ കുടുംബത്തിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മൂത്ത മരുമകളെ കൊണ്ട് ആ യോഗം ഉണ്ടായില്ല. ദൈവമായിട്ട് എൻ്റെ ഇളയ മരുമകളിലൂടെയാണ് ആ യോഗം എനിക്ക് ദൈവം തന്നത്. അമ്മ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഒരു അവസരം വരുമ്പോൾ പറയാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. ഞാൻ കാണുന്ന ഗൈനക്കോളജിസ്റ്റിനെ ഒന്ന് പോയി കാണാൻ പറഞ്ഞാലോ ചേച്ചി ചേട്ടനടുത്ത്? ആ ഗൈനക്കോളജിസ്റ്റ് നല്ല അമ്മ. ഒത്തിരി പേര്, കുഞ്ഞുങ്ങളില്ലാത്തവർക്കൊക്കെ ഒത്തിരി പേർക്ക് ഉണ്ടായിട്ടുണ്ട്. അവരോടൊന്ന് പോകാൻ പറഞ്ഞാലോ? എൻ്റെ കൊച്ചെ, മോൾ ഈ പറയുന്ന കൂട്ടൊന്നും അല്ല. നീ ഇപ്പൊ ചെല്ല അവളോട് ആ ഡോക്ടറുടെ കാര്യം പറഞ്ഞ് അവര് ചാടിപ്പറിച്ചൊന്നും പോകത്തില്ല. ഞാൻ എന്തോരം ഡോക്ടർമാരുടെ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അതുങ്ങൾ പോവത്തില്ല. അവർക്ക് അവരുടെ ഒരു മൂഢ ചിന്താഗതി ഉണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ സ്ത്രീകളുടെ കുഴപ്പമാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പുരുഷന്മാർക്ക് പോകാൻ ഒരു ചമ്മലും മടിയും നാണക്കേടും ഒക്കെ ഉണ്ടാവും. അപ്പൊ സ്ത്രീകൾ എന്നാ ചെയ്യണം? അവരെ ഉന്തി തള്ളി അങ്ങ് കൊണ്ടുപോകണം. ഭർത്താക്കന്മാര് മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു കുഞ്ഞിക്കാല് കാണുന്ന കാര്യമല്ലേ. ഭർത്താക്കന്മാര് മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഭാര്യമാരെ അവരെ ഉഷാറാക്കി അങ്ങോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഡോക്ടറെ കണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ആ ചിന്തയൊന്നും അവക്കില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം മുഖവും വെറുപ്പിച്ച് മോങ്ങിക്കൊണ്ട് നടക്കുന്നതാണ്. അതിനുള്ള കഴിവ് മാത്രമേ അവക്കുള്ളൂ. ഒരു വിധത്തിൽ അവരുടെ കാര്യം ഓർക്കുമ്പോൾ കഷ്ടമാണ്. ഞങ്ങൾക്ക് എന്നെ കല്യാണം കഴിഞ്ഞ് 4 മാസമായപ്പോഴേക്കും വിശേഷമായി. അവരോ ഇത്രയും കാലമായിട്ട് ഞാനിങ്ങനെ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ അവരുടെ വിഷമം ഒന്നുകൂടെ കൂടിക്കാണുമല്ലേ? പിന്നെ അല്ലാണ്ട് നല്ലോണം കൂടിക്കാണും.
മോളെ ഞാൻ കുറച്ച് ദിവസമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു. അവളെ പോലെ ഒരു മച്ചിയായിട്ടുള്ളൊരു പെണ്ണ് ഈ വീട്ടിലുള്ളപ്പോൾ മോൾ ഈ ഗർഭിണിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഈ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട്. പേടിയോ? എന്തിന്? ഞാനിത് പറയുമ്പോൾ നീ എന്നെ തെറ്റിദ്ധരിക്കുമായിരിക്കും. നീ പറയും ഈ അമ്മായിയമ്മ എന്താ മൂത്ത മരുമോളെയും ഇളയ മരുമോളെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ സംസാരിക്കണേന്ന്. പക്ഷെ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട് മോളെ. നീ ഈ ഗർഭിണിയായിട്ട് ഈ വീട്ടിൽ നിൽക്കുന്നില്ല, അവൾക്ക് നല്ല കുശുമ്പുണ്ട്. അവൾ ഈ പുറത്ത് കാണിക്കുന്ന സ്നേഹമൊന്നും നീ കണക്കാക്കണ്ട. അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. ചേച്ചിയുടെ ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പാവമാണ്. എന്നോട് അങ്ങനെ ഒരു കുശുമ്പോ അസൂയൊന്നും തോന്നുന്നു എനിക്ക് തോന്നണില്ല. ഞാൻ ഗർഭിണിയാന്ന് അറിഞ്ഞപ്പോൾ അതിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അവ ഓടി നടന്ന് എൻ്റെ പല കാര്യങ്ങളും ചെയ്തു തരുന്നേ. എന്തിനാ അതിനെങ്ങനെ പറയുന്നേ? എൻ്റെ മോളെ അതൊക്കെ വെറും അഭിനയം മാത്രമാണ്. അത് പുറമോടിക്ക് അവളിങ്ങനെ എല്ലാവരെയും കാണിച്ച് നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്നെക്കുറിച്ച് തെറ്റിദ്ധരിക്കും. പക്ഷെ ഇതൊക്കെ നീ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാം മനസ്സിലാവും. തനിക്കില്ലാത്തൊരു കാര്യം തൻ്റെ വീട്ടിൽ തന്നെ വേറൊരാൾക്ക് കിട്ടുമ്പോൾ ആർക്കാണെങ്കിലും വൈരാഗ്യം തോന്നും. അതില്ലാതാക്കാൻ അവർ നോക്കും. അതൊക്കെ ഉള്ളതാ, മനുഷ്യന്മാരായ അങ്ങനെയൊക്കെ ചിന്തിച്ചതൊക്കെ ഇരിക്കും. ഞാനൊരു കാര്യം പറയാം, അനുഭവം വരാണ്ട് നോക്കിക്കോ. നീ സൂക്ഷിച്ച് നിനക്ക് കൊള്ളാം. വെറുതെ എല്ലാവരും തേരേപ്പാലെന്ന് പറഞ്ഞിട്ട് സ്നേഹിച്ചോണ്ടിരിക്കൊന്നും വേണ്ട. ഒരു കൈ അകലത്തിൽ എല്ലാവരും നിർത്തിയാൽ മതി. എന്താ അമ്മ ഒരു സ്മെല്ല്? അത് അടുക്കളയെന്നാ തോന്നുന്നു. എനിക്ക് മണം വന്നിട്ടേ ഇത് ഒരു ഓക്കാനം ഛർദ്ദിക്കാൻ വരുന്നോട്ടുണ്ട്. അമ്മ ചേച്ചിയുടെ അടുക്കളയുടെ വാതിലൊന്ന് അടയ്ക്കാൻ പറയണേ. അയ്യോ എൻ്റെ ദൈവമേ, ഈ ഗീതയോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അടുക്കളയുടെ വാതിലൊന്ന് ചാരിയിടാൻ. ഇങ്ങനെയുള്ള മണമൊക്കെ വരത്തില്ല. ഒരു ഗർഭിണിയുള്ള വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഇവളോടൊന്ന് ചോദിച്ചിട്ട് എൻ്റെ കാര്യം. അയ്യോ അമ്മയൊന്നും പറയാൻ നിൽക്കണ്ട. ചേച്ചി ശ്രദ്ധിച്ച് കാണില്ല. വഴക്കൊന്നും പറയാൻ പോകണ്ട അമ്മേ. അങ്ങനെ വിട്ടാൽ പറ്റില്ല. ചില കാര്യങ്ങൾ തുറന്ന് തന്നെ പറയണം. ഒരു ഗർഭിണിയുള്ള വീട്ടിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട്. അതെങ്ങനെയാ ഗർഭം ഉണ്ടായിട്ട് വേണ്ട ഇതിനൊക്കെ കാര്യങ്ങളെ പറ്റി അറിയുള്ളൂ. മറ്റേയാളുടെ അടുത്തൊക്കെ പോയി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. നീ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ തീയൽ വെക്കുമായിരുന്നു. എന്തേ? അതല്ല, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അടുക്കളയിലിട്ട് എന്തെങ്കിലും മണമുള്ള സാധനം ഉണ്ടാക്കുന്ന സമയത്ത് ഈ വാതിലൊന്ന് അടച്ചിടണമെന്ന്. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നിനക്ക്? കൃഷ്ണമുഖം എപ്പോഴും ഛർദ്ദി എന്ന് നിനക്ക് അറിയത്തില്ല. ഇപ്പൊ തന്നെ ഈ മണം വന്നിട്ട് അവ കോക്കാനം വന്നു. അയ്യോ ഞാൻ അറിഞ്ഞില്ല. തിരക്ക് പിടിച്ച് പണി ചെയ്തതിൻ്റെ ഇടയിലേ വാതിലാരും ശ്രദ്ധിച്ചില്ല. ഓ ഇരിക്കട്ടെ. ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ഒരു വീട്ടിൽ ഗർഭിണിയുള്ളപ്പോൾ ആ വീട്ടിലെ ബാക്കി കുടുംബാംഗങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അതെങ്ങനെയാ? ഒരു കുഞ്ഞിനെ 10 മാസം വയറ്റിലിട്ട് ചുമന്ന ഒരു സ്ത്രീക്ക് മാത്രമേ ഗർഭിണികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. നിനക്ക് പിന്നെ പ്രസവിക്കാൻ യോഗമില്ലല്ലോ. നിന്നോടൊക്കെ ഇത് പറഞ്ഞിട്ട് എന്ത് കാര്യം? വിഷമിച്ചിട്ട് എന്ത് കാര്യം? ഇതിനൊക്കെ ഒരു യോഗം വേണം, ദൈവഭയം വേണം. ദൈവം അനുഗ്രഹിച്ചാൽ മാത്രമേ ഒരു അമ്മയാവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ദൈവഭയവും ഇല്ല, തോന്നിയ പോലെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കും? മൂത്ത മരുമോളെ എന്തായാലും ദൈവം അനുഗ്രഹിച്ചില്ല. എൻ്റെ ഇളയ മരുമോളെ മാത്രമാണ് ദൈവം അനുഗ്രഹിച്ചത്. എന്തിനാ അമ്മ ഇങ്ങനെ കുത്തുവാക്ക് പറയണേ? ഞാൻ പറയോടി, ഇനിയും പറയും. നിന്റെ മുഖത്ത് നോക്കി പറയണേന് എനിക്കൊരു മടിയും ഇല്ല. നിനക്കേ വീട്ടിൽ തന്നെ കുത്തിയിരുന്നാൽ മതി. പുറത്തോട്ടിറങ്ങി നാട്ടുകാരെ കാണുന്നത് ഞാനാ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ 2 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങി ഇവിടെയുള്ള നാട്ടുകാർ എന്താ പറ്റി, മരുമോൾക്കാണോ കുഴപ്പം, ആർക്കാണ്, എന്താണ്, എങ്ങനെയാണ്, എല്ലാവരോടും പറഞ്ഞു പറഞ്ഞ് മടുത്തു. എൻ്റെ നാക്ക് കുഴഞ്ഞു. നിങ്ങൾക്കൊക്കെ ഇവിടെ കയറി ഇരിക്കണോണ്ട് ആരോടും മറുപടി പറയേണ്ടി വന്നിട്ടില്ല. ഞാനാണ് നാണം കൊണ്ട് തലയും കുലിച്ച് നടക്കുന്നത്. മോശം. അമ്മ ഞങ്ങൾ ശ്രമിക്കാത്തോണ്ടല്ലോ, ഉണ്ടാവാത്തോണ്ടല്ലേ. 15 20 വർഷം കഴിഞ്ഞിട്ടുള്ളവർക്ക് വരെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എത്ര ഡോക്ടർമാരെ കാണാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ പോയോ? തുടക്കത്തിൽ ഏതോ ഒരു 3 4 ഡോക്ടർമാരെ പോയി കണ്ട് അതോടെ അങ്ങ് നിർത്തി. ഇപ്പൊ കൃഷ്ണമോള് പറഞ്ഞോളൂ, അവളുടെ ഗൈനക്കോളജിസ്റ്റ് ഏതോ നല്ല ഡോക്ടറാ. ചേച്ചി എടുത്ത് ചേട്ടനെടുത്ത് അവിടെ പോയി കാണാൻ പോവോ നിങ്ങള്? അതൊന്നും വേണ്ട. ഇത് എന്നെ കുഴപ്പം. ഒരു കാര്യത്തിലും ഒരു താല്പര്യമില്ല. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഒരു കുഞ്ഞുണ്ടാവും? അമ്മ എനിക്ക് താല്പര്യമില്ലാത്തോണ്ടല്ല. അന്ന് അങ്ങനെ ഒരു റിസൾട്ട് വന്നപ്പോൾ അനീഷേട്ടന് ഒരു ഡോക്ടറെ കാണാൻ പോലും താല്പര്യമില്ല. താല്പര്യമില്ലാത്തവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകേണ്ടത് ആരുടെ കടമയാ? ഞാനാണോ? ഞാനാണോ അവൻ്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? നിന്റെ കുഴപ്പമല്ലേ? നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുപോകണമായിരുന്നു. ഏതോ ഒരു ഡോക്ടർ ഏതോ ഒരു റിപ്പോർട്ട് കാണിച്ചു അവനാ കുഴപ്പമെന്ന് പറഞ്ഞു. എനിക്ക് ആ റിപ്പോർട്ടിൽ അന്ന് തൊട്ടേ വിശ്വാസമില്ല. എൻ്റെ മകന് ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അമ്മ എന്താ പറഞ്ഞു തരണേ? കുഞ്ഞുങ്ങളുണ്ടാവാത്ത എൻ്റെ കുഴപ്പം കൊണ്ടാണെന്നോ? അതെ, അത് തന്നെയാ. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും, അതായത് ഇപ്പം എൻ്റെ കുടുംബത്തിലാണെങ്കിലും അവൻ്റെ അച്ഛൻ്റെ കുടുംബത്തിലാണെങ്കിലും ആർക്കും കുഞ്ഞുങ്ങളില്ലാത്തൊരു പാരമ്പര്യമില്ല. അപ്പം ഞങ്ങളുടെ ഒന്നും അല്ലെങ്കിൽ പിന്നെ നിന്റെ കുഴപ്പം തന്നെയല്ലേ, അല്ലാണ്ട് പിന്നെ ആരുടെ? അമ്മയ്ക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? ഞാനുണ്ടാക്കിയ കളർ റിപ്പോർട്ടൊന്നും അല്ലത്. ഞങ്ങൾ 2 ഡോക്ടർമാരെ കണ്ടു. അവർ പറഞ്ഞ എല്ലാ ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു റിസൾട്ടാണ് വന്നേ.
എന്ത് ചെയ്യാൻ പറ്റും? അത് അവരുടെ ഭാഗത്ത് വല്ല തെറ്റ് പറ്റി കാണും, വേറെ വല്ലവരുടെയും റിസൾട്ട് വല്ലതും ആയിരിക്കും നിങ്ങൾക്ക് തന്നു വിട്ടുണ്ടാവുക. അല്ലാതെ എൻ്റെ മോനൊരു കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കൂടി അവൻ അവൻ്റെ ജീവിതത്തിൽ ചെയ്ത തെറ്റെന്ന് പറഞ്ഞത് നിന്നെ കല്യാണം കഴിച്ചെന്നേ ഉള്ളൂ. എത്ര എല്ലാ ബന്ധങ്ങൾ, എത്ര എല്ലാ കുടുംബത്തിൽ നിന്ന് ആലോചന വന്നിട്ടുണ്ടായിരുന്നെന്നറിയോ? അതൊന്നും വേണ്ടാണ്ട് എൻ്റെ മോൻ പോയി കെട്ടിയ ഒരു ബന്ധം കൊള്ളാം. അവൻ്റെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കി. ഒരു അച്ഛനായി കാണാൻ അവൻ ആഗ്രഹം ഉണ്ടാവത്തില്ലേ? അവൻ എന്തോരം അവൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടാവും. കൂടെയുള്ള ഒരു കൂട്ടുകാർക്കും ഒക്കെ കുട്ടികളുണ്ടായി കാണുമ്പോൾ അവൻ എന്തോരം മനസ്സ് വേദനിക്കുന്നുണ്ടാവും. അവൻ്റെ ജീവിതം പോയി, അല്ലാണ്ട് എന്ത്. എന്തായാലും ഈ കുടുംബത്തിന്റെ പാരമ്പര്യം നിലനിർത്താൻ മൂത്ത മരുമകളെ കൊണ്ട് പറ്റിയില്ലെങ്കിലും ഇളയ മരുമകൾക്ക് പറ്റി. ആണായാലും വേണ്ടില്ല, പെണ്ണായാലും വേണ്ടില്ല, കുടുംബത്തിലൊരു കുഞ്ഞിക്കാല് കാണാൻ പറ്റുമല്ലോ. എന്തായാലും ദൈവം നിന്നെ അനുഗ്രഹിച്ചില്ലെങ്കിലും ബാക്കിയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരുന്നില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം, കൃഷ്ണമോള് ഗർഭിണിയായിരിക്കുന്നത് നിനക്കത്ര പിടിക്കുന്നില്ല എന്നൊക്കെ എനിക്കറിയാം. നിന്നെക്കാൾ കൂടുതൽ സ്നേഹം ബാക്കിയുള്ളവർക്കൊക്കെ അവളോടാണല്ലോ. അപ്പൊ നീ ഒത്തിരി ആഗ്രഹിച്ച കാര്യം വേറെ ആൾക്ക് കിട്ടി, അത് നിന്റെ കണ്ണുകൊണ്ട് തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് അത്ര പിടിക്കില്ല എന്നൊക്കെ എനിക്കറിയാം. നീ കൃഷ്ണമോളുടെ കാര്യത്തിൽ ഒത്തിരി കയറി ഇടപെടാനൊന്നും പോകണ്ട. അവൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്തോളാം. ഒത്തിരി സ്നേഹം കാണിച്ച് അങ്ങോട്ട് ചെല്ലണ്ട കേട്ടോ. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞേ? കൃഷ്ണ ഗർഭിണിയായാലും എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അതിന് എനിക്ക് എന്ത് ബുദ്ധിമുട്ടാവുള്ളേ? നീ കൂടുതൽ വലിയ നല്ല മരുമകളായിട്ട് അഭിനയിക്കില്ല കേട്ടോ. നീ അത്ര നല്ലവളല്ല, നിന്റെ മനസ്സ് ദുഷിച്ചതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്റെ ആ ദുഷ്ട മനസ്സുകൊണ്ട് ആ കൊച്ചിൻ്റെ മുഖത്ത് നോക്കുന്നത് പോലും അവളെ ദോഷമായിട്ടാ ബാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പറയണത്, വലിയ കാര്യങ്ങളിൽ ഇടപെടാൻ അവളുടെ അടുത്തേക്ക് വരണ്ട കേട്ടോ. മോളെ ഛർദിച്ചില്ലല്ലോ? ഇല്ല മേ. ഞാൻ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി മേലെ അവള് ചെയ്യത്തില്ല ഇങ്ങനെ. അയ്യോ, വഴക്ക് പറയണ്ടായിരുന്നു. കുറച്ചൊന്നും പറഞ്ഞില്ലേ ശരിയാവില്ല മോളെ. സത്യം പറഞ്ഞ എനിക്ക് ഈ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ വിറച്ചോണ്ടാ നടക്കുന്നേ. എന്തിനാ അമ്മ? അല്ല മോളെ, നീ ഒരു കാര്യം ചെയ്യ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ ഇതല്ലാണ്ട് വേറൊരു മാർഗം ഉള്ളത് എനിക്ക് തോന്നണില്ല. അമ്മ എന്തൊക്കെയാ പറയണേ? നീ ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്. എന്നിട്ട് പ്രസവം കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ മതി കുഞ്ഞിനെയും കൊണ്ട്. അല്ലമ്മ, ഞാൻ എന്തിനാ ഇപ്പോൾ തിരക്ക് പിടിച്ച് വീട്ടിലോട്ട് പോണേ? എന്തായാലും 7-ാം മാസത്തിൽ എന്നെ കൂട്ടിക്കൊണ്ട് പോക്ക് ചടങ്ങൊക്കെ വെച്ച് ഞാൻ വീട്ടിലേക്ക് പോകും എന്തായാലും. അത് കഴിഞ്ഞ് കുഞ്ഞിനൊരു 3 മാസമൊക്കെ ആകുമ്പോൾ തിരിച്ചു വരണമല്ലോ. 6 മാസം വരെയൊക്കെ നോക്കിയേക്കണം എന്തിനാ? മോളെ, നിനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എനിക്ക് നല്ല ടെൻഷനുണ്ട് മോളെ. നീ ഇവിടെ നിൽക്കുന്തോറും ഓരോ നിമിഷവും ഞാൻ കിടന്ന് പേടിക്കുക. എൻ്റെ മോളെ ഗർഭിണി ആയിരിക്കുന്നു, നിന്റെ മേലിൽ അവളുടെ കണ്ണ് വീണ അത് ശരിയാവത്തില്ല. അത് ദോഷേ പറ്റത്തുള്ളൂ. നീ ഒരു കാര്യം ചെയ്ത് നിന്റെ വീട്ടിൽ പോയി നിൽക്കാൻ നോക്ക്. എന്നിട്ട് കുഞ്ഞിന് ഒരു 6 മാസമൊക്കെ ആയിട്ട്, എന്നുവെച്ചാൽ കുഞ്ഞൊരു ആവതാവുമല്ലോ 6 മാസമൊക്കെ ആകുമ്പോഴേക്കും, അപ്പം ഇങ്ങോട്ട് വന്നാൽ മതി. ഇത് മതി. അമ്മ ഇത് എങ്ങോട്ടായി പറഞ്ഞു പോകുന്നേ? ഇത് വെച്ചൊരു പാവാ. എനിക്കും എൻ്റെ കുഞ്ഞിനൊരു ദോഷം പറ്റുന്ന രീതിയിൽ ഒന്നും ചേച്ചി ചിന്തിക്കുക പോലും ഇല്ല. എൻ്റെ മോളെ, നീ ഇങ്ങനെ പൊട്ടിയാവല്ലേ. അവളുടെ മനസ്സിലൊരു പാര് കണ്ടു. അവൾ ചിലപ്പോൾ പുറത്ത് ഇങ്ങനെ ചിരിച്ചിട്ട് ഉള്ളിൽ ചിലപ്പോൾ നിന്നെക്കുറിച്ച് തെറ്റായിട്ട് ഈ കുഞ്ഞില്ലാണ്ടാവും. അവൾ നോക്കും. അവൾ അങ്ങനെയാ. എൻ്റെ മോളെ, നീ ശ്രദ്ധിച്ചാൽ മതി. അമ്മ, കൃഷ്ണ, ഇത് കുടിച്ചോ, ശരീരത്തിനൊരു ഉഷാറൊക്കെ കിട്ടും. എന്താ ഇത്? എന്ത് സാധനം കൃഷ്ണബുക്ക് കലക്കിക്കൊണ്ട് വന്നേക്കുന്നേ? അമ്മ ഇത് വേറൊന്നുമല്ല, കുറച്ച് തണുത്ത വെള്ളത്തിൽ കുറച്ച് മിന്റ് ലീവ്സും തണ്ണിമത്തനും ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അടിച്ചിട്ട് വന്നയാ. നല്ല ശരീരത്തിന് ക്ഷീണമൊക്കെ ഉള്ള സമയത്ത്, ഇവക്കൊന്നത് എപ്പോഴും ഛർദിയൊക്കെ അല്ലേ, അപ്പം അതിൻ്റെ കൂടെ കുടിച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെ എന്നോട് ആരാ പറഞ്ഞേ? അല്ല, ആരും പറഞ്ഞില്ല, പക്ഷെ എനിക്ക് തോന്നി നല്ലതാ. നിനക്ക് തോന്നുന്ന സാധനമൊക്കെ കലക്കി കൊടുക്കാൻ പറ്റുമോ? ഇവിടെ ഒരു ഗർഭിണിയല്ലേ, ഇവക്ക് എന്തൊക്കെ കുടിക്കാൻ പറ്റും പറ്റില്ല എന്നൊക്കെ നിനക്ക് അറിയോ? അതെങ്ങനെയാ അറിയണല്ലേ? നീ പ്രസവിച്ചിട്ട് വേണ്ട ഇതൊക്കെ അറിയാൻ. അമ്മ എന്തൊക്കെയാ അമ്മ പറയണേ? എൻ്റെ മോളെ, പിന്നെ ഞാൻ എന്താ പറയണ്ടേ? ഒരു ബോധമില്ലാണ്ട് ഇവളുടെ ഇഷ്ടത്തിന് കണ്ട സാധനവും കലക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് കുടിക്കാനിരിക്കുവാണോ? നീ ഒരു ഗർഭിണിയല്ല, നിന്റെ വയറ്റിൽ ദൈവം വളരുന്നില്ലേ? അതിനെന്തെങ്കിലും പറ്റിപ്പോയാൽ ഇവക്ക് വല്ല ദണ്ണം ഉണ്ടാവോ? എൻ്റെ മകൻ്റെ കുഞ്ഞാണ്, എനിക്ക് നല്ല ദണ്ണം ഉണ്ടാവും. ഇവക്ക് പോയാലും ഒന്നും ഉണ്ടാവത്തില്ല, നിനക്ക് അവക്കില്ലല്ലോ. നിനക്ക് വേണമെന്ന് അവള് ചിന്തിക്കും. അമ്മ, കൃഷ്ണയ്ക്ക് ദോഷമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? കൃഷ്ണ, നീ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ചേച്ചി, അമ്മയല്ലേ പറഞ്ഞത്, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നീ എന്തിനാ കൃഷ്ണമോളോട് ചോദിക്കണേ? അവളല്ലല്ലോ പറഞ്ഞു, ഞാനല്ലേ. എനിക്ക് നല്ല പേടിയിട്ട്. നീ എന്താ കലക്കിക്കൊണ്ട് വന്നേക്കുന്നത് ആര് കണ്ടു? അല്ലേ, ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം അത് കുടിച്ച് കാണിക്ക്, എന്നിട്ട് അവൾക്ക് കൊടുത്തോ. അതെന്തിനാ ഞാൻ കുടിക്കണേ? കൃഷ്ണയ്ക്ക് വേണ്ടി ഉണ്ടായിക്കൊണ്ട് വന്നയാ. എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. കൃഷ്ണയുടെ വയറ്റിലെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും നീ അതിൽ കലക്കിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് ആര് കണ്ടു? എനിക്ക് നല്ല പേടിയുണ്ട്. നിനക്ക് പ്രസവിക്കാൻ പറ്റുന്നില്ലല്ലോ, അപ്പൊ കൃഷ്ണയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലാൻ പോലും നീ മടിക്കില്ല, എനിക്ക് ഉറപ്പാ. അമ്മ, ഒന്നും പറയരുത്, ഒരക്ഷരം പറയരുത്. ഞാൻ എന്തും കേട്ടോണ്ട് നിൽക്കും, നമ്മ വിചാരിക്കരുത്. ഞാൻ ഇവിടെ എൻ്റെ സ്വന്തം അനിയത്തിയെ പോലെ കണ്ടേക്കണേ. ഞാൻ ഇവള്
ഗർഭിണി അന്നുകൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഞാൻ ഇവളുടെ പുറകെ തന്നെ അത് വേണോ ഇത് വേണോ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്ന് പറഞ്ഞു. അല്ലേടി ഞാൻ അത്രയും നിന്നെ കൊണ്ട് നടക്കുന്നില്ലേ. ഇവള് ഗർഭിണി എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞ് ഇവിടുത്തെ കുഞ്ഞല്ലേ. എനിക്കൊരു കുഞ്ഞിനെ തരാൻ ഈ വീട്ടിലേക്ക് പറ്റിയിട്ടില്ല. അവൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകുമ്പോ ഞാനതിന് വിഷമം വിചാരിക്കണോ? ഞാൻ അവളോട് കുശുമ്പ് വിചാരിക്കണോ? അമ്മ 9 കൊല്ലായി എൻ്റെ അനീഷേട്ടനെ കല്യാണം കഴിഞ്ഞിട്ട്. ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട്. ഞങ്ങൾ ആരോടും പറഞ്ഞു നടക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടപ്പിറപ്പുകളുടെയും എൻ്റെ കൂടെ പഠിച്ചവരുടെയും എൻ്റെ കൂടെ കല്യാണം കഴിഞ്ഞവർക്ക് വരെ 2ഉം 3ഉം പിള്ളേരായി. അവരൊക്കെ അവരുടെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ വിളിച്ചു പറയേണ്ട സമയത്ത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലാണ്ട് ഇന്നേ വരെ ഒരു അസൂയയുടെ രീതിയിൽ ഞാൻ അവരോട് നോക്കി കാണുമോ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. കൃഷ്ണയുടെ കാര്യത്തിലും അങ്ങനെയാ. പക്ഷെ നിങ്ങളൊക്കെ ഓരോ കാര്യം പറഞ്ഞ് എന്നെ കുറ്റപ്പെടുത്തുമല്ലോ. കുഞ്ഞുങ്ങളില്ല, പ്രസവിക്കാൻ യോഗമില്ലെന്നൊക്കെ ഉള്ളുകൊണ്ട് വേദനിക്കുക അല്ലാണ്ട് വേറൊരാൾക്ക് ദോഷം വരേണ്ടി ഞാൻ ഇന്നേ വരെ ചിന്തിച്ചിട്ടില്ല. എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആർക്കൊരു ശല്യത്തിന് ഇനി ഞാനില്ല. ഞാൻ ചേട്ടൻ്റെ കൂടെ എത്രയും പെട്ടെന്നൊരു വാടക വീടെടുത്ത് മാറുക. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ബന്ധം കൂടി ഇല്ലാണ്ടാവും. എന്നാലും അമ്മ അങ്ങനെ ചിന്തിക്കരുതായിരുന്നു. ഞാൻ